എൻ്റെ പേര് സൈഫുനിസ. ഞാൻ തൃത്താല പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി ഒരു എൻ്റർപ്രണറാണ്. കേക്ക് ഷോപ്പുണ്ട് തൃത്താല തന്നെയാണ്. ഒരു 10 വർഷത്തോളമായി നമ്മൾ ബേക്കിംഗ് ഫീൽഡിൽ തന്നെയാണ്. ഞാൻ കൈരളി ടി വിയുടെ ബേക്കിംഗ് ക്യൂൺ എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വന്നതാണ്. എന്നതിൽ ഉണ്ടാക്കുന്നത് പാണ്ടാൻ ഷിഫോൺ വിത്ത് ക്രീം കോക്കനട്ട് ക്രീം കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു 6 ഇഞ്ച് 7 സ്ക്വയർ ബേക്കിംഗ് ടിന് പേപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യമായിട്ട് ഫ്ലോറൊക്കെ സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഫ്ലോർ എടുക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് അതിനെ പിഞ്ച് ഓഫ് സോൾട്ട് ഇതൊരു പ്രാവശ്യം സീവ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ മാറ്റിയിട്ട് നമ്മൾ 5 എഗ് യോക്ക് മാറ്റി വെച്ച് എല്ലാ എക്സ്ട്രാക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഒരു എക്സ്ട്രാ വലിയ ബൗളിലേക്ക് മാറ്റാൻ പോവാന്നേ. അതോ കൂടെ ഓയിൽ, പാണ്ടാൻ ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്, 2 പാർട്ടായിട്ട് കേസരി ഷുഗർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 30 ഗ്രാം നമ്മൾ ഫസ്റ്റ് എഗ് യോക്കിൻ്റെ മിക്സിലേക്കാണ് ചേർക്കേണ്ടത്. ഇനി നേരത്തെ സീവ് വെച്ച ഫ്ലോർ നമ്മൾ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇത് പാണ്ടാൻ ലീഫിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ്. വേറെ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്തത് മെറാങ്ക് ഉണ്ടാക്കാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഗ് വൈറ്റ് നമ്മൾ ആദ്യം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 എഗ്ഗിൻ്റെ. ദെൻ കേസരി ഷുഗർ നമ്മൾ 60 ഗ്രാം കേസരി ഷുഗറാണ്. അതും കൂടി ചേർത്തിട്ട് സ്ലോലി ആയിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് മെറാങ്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. 16 ഗ്രാം കേസരി ഷുഗറാണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ആഡ് ചെയ്യണം. മെറാങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബൗള് വെരി ക്ലീൻ ആൻഡ് നീറ്റായിരിക്കണം. ഒരു വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് വേറെ അത് പാർട്ടിക്കിൾസ് ഒന്നും പാടില്ല. ആഡ് ചെയ്യും. നമ്മുടെ മെറാങ്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒരു ബീറ്റ് ആവാണ്ട്. ഇപ്പോൾ സോഫ്റ്റ് പീക്കായി. ദെൻ ഫൈനലി മെറാങ്ക് റെഡി ആയിട്ടുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എഗ് യോക്ക്, ഫ്ലോർ ആൻഡ് കോക്കനട്ട് ക്രീം, ഓയിലൊക്കെ മിക്സർ നമ്മൾ ഈ മെറാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം മെറാങ്ക് എപ്പോഴും നമ്മൾ മാറ്റുമ്പം ആദ്യം കുറച്ച് പാട്ടെടുത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ മെറാങ്കിലേക്ക് മിക്സ് ചെയ്യാൻ. ഇത് എയറി ആയിരിക്കണം എപ്പോഴും. നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ കുറച്ച് മെറാങ്ക് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരിട്ട് മെറാങ്കിലേക്ക് കുറച്ച് ബാച്ചായിട്ട് നമ്മളുടെ ഈ മിക്സ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാനായിട്ട്. അതിൽ സ്ലോലി ആയിട്ടായിരിക്കണം നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. മെറാങ്കിൻ്റെ കൺസിസ്റ്റൻസി എയറി ആയിരിക്കും. അപ്പം അത് താഴോട്ട് പോവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കേക്ക് മിക്സ് ഓൾറെഡി ഷിഫോൺ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്ത ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 35 മിനിറ്റ്സിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ 150 അപ്പ് ആൻഡ് ഡൗൺ കോയിലിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് ഷിഫോൺ വിപ്ഡ് കോക്കനട്ട് ക്രീമാണ്. അപ്പോൾ ആ കോക്കനട്ട് ക്രീം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റിംഗ് പർപ്പസിന് ബേക്ക്ഡ് തുലിപ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാൻ പോവാം. ഇത് വിപ്പ് ചെയ്യാൻ പോവാം. അതിലോട്ട് നമ്മൾ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യുക. ക്രീം വിപ്പായി കഴിഞ്ഞ് കേക്ക് ബേക്കായി. നമ്മുടെ ടൈമിനേക്കാളും 8 മിനിറ്റ് താഴെയായിട്ടാണ് നമുക്ക് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പം കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കേക്ക് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു കോക്കനട്ട് ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് റൗണ്ട് ടിപ്പ് നോസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രീം ഫില്ല് ചെയ്യാൻ പോവാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് ക്രീം Yes, Saifunisha.
കേക്കൊക്കെ ബേക്കായി. എന്ത് കേക്കായിരുന്നു? പാണ്ടാൻ ഷിഫോൺ കേക്ക്. ഓക്കെ. അതിൻ്റെ കൂടെ കോക്കനട്ട് ക്രീം, വിപ്ഡ് കോക്കനട്ട് ക്രീം ബേക്കായി ചൂടാറി. നമ്മുടെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പർപ്പസോടുകൂടി ക്രീം, ജസ്റ്റ് ഒരു ക്രീം ബേസ് ആയി. ഇതിനെ കട്ട് ചെയ്യോ? ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു അത്ര ഇതിന് വേണ്ടു, അത്ര ആവശ്യമുള്ളൂ. നമുക്ക് ലെയർ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആ തിക്നെസ്. ബേസിക്കലി ഇത് മലേഷ്യ, തായ്ലാൻഡ്, പാൻഡാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. പാൻഡാൻ ലീവ്സ് ഉണ്ട്, ചെയ്തിട്ടുണ്ട്. പായസം, മീൻസ് ബേസിക്കലി ഉമ്മ മലേഷ്യൻ, ഉപ്പം മലേഷ്യയിലായിരുന്നു. അപ്പോൾ ഉമ്മാനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മീൻസ് മലബാർ, മീൻസ് ഇവിടുന്ന് പോയ മലബാർ അവിടെ സെറ്റിലായി. അപ്പം അവിടുന്ന് അപ്പം ആ കൾച്ചറിലുള്ള ഫുഡൊക്കെ നമുക്ക് ഏകദേശം അതന്നെ ഈ കേക്ക് ചൂസ് ചെയ്യാൻ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം അതിന്റെ ടേസ്റ്റ് എന്താന്നുള്ളത്. പക്ഷേ രമ്പയില എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, പാണ്ടാൻ ലീവ്സ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഫൈനലി കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ, ഈ വിപ്ഡ് കോക്കനട്ട് ഫ്ലേവേർഡ് ക്രീം, ജസ്റ്റ് പാൻഡാൻ ലീവ്സ് കേക്കും ഷിഫോൺ കേക്കും ഈ ചില്ലറിലിട്ട് മാറ്റാം. ഹലോ വളരെ ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ നോക്കൂ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? താങ്ക് യു. സിമ്പിൾ. ആക്ച്വലി ബേക്കിംഗ് ആണ് പാഷൻ അല്ലേ? അതെ. കുക്കിങ്ങിനെക്കാട്ടിലും രണ്ടും ഒരേപോലെ, പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഓൾറെഡി ബിസിനസ് കേക്ക് ഷോപ്പ് ഉണ്ട് നാട്ടില്, തൃത്താല സ്ട്രീറ്റ് കേക്കറി എന്ന ഷോപ്പിന്റെ ഓൾമോസ്റ്റ് 4 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 yearsന്റെ മേലായി നമ്മൾ ബേക്കിംഗ് ഹോം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാഫ് ഹസ്ബൻഡ്, ഞാനും പിന്നെ ഒരു സ്റ്റാഫ്. ഹസ്ബൻഡ് ഓൾറെഡി ബേക്കിംഗ്. ഞാനിപ്പോൾ ഒരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർനാഷണൽ കോഴ്സ് ബേക്കിംഗ് ആൻഡ് പേസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നത്. അപ്പം ഹസ്ബൻഡ് ഞാൻ വരുമ്പോഴേക്ക് കേക്ക് ബേക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മൾ ഐസ് അല്ലല്ല ഓഫ്ലൈൻ രാവിലെ 6:30 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ജസ്റ്റ് ഒരു 4 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴേക്ക് ഹസ്ബൻഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഐസിങ് ചെയ്യൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ബിസിനസ്സും ക്ലാസ്സും ബേക്കിങ്ങും എല്ലാം കൂടെ മാനേജ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. മീൻസ് എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആവണം. നമുക്ക് മൈൻഡ് ഫ്രീ ആയിരിക്കും, ടെൻഷൻ ഫ്രീ ആയിരിക്കും. അത് എൻഗേജ്ഡ് ആവുന്നത് ക്രിയേറ്റീവ് ആവുമ്പോൾ കുറച്ചുകൂടി ഒന്നും കൂടെ സ്ട്രോങ് പോയിന്റ് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടും. അതെ, അത് മൈൻഡ് ഫ്രീ ആയിരിക്കണമെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ഭയങ്കര കോപ്പറേറ്റീവ്. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ഉപരി അതിലെ ഫാമിലി. പിന്നെ ജോയിന്റ് ഫാമിലിയാണ് ഇന്നത്തെ കാലം. നമുക്ക് ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡിന്റെ ഫാമിലി, എന്റെ ഫാമിലി പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ല. ഓൾറെഡി ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. എന്റെ കൂടെ എല്ലാം സപ്പോർട്ട് വെയിറ്റ്. ഞാൻ ഹസ്ബൻഡ് ഇല്ലാതെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. കാരണം എപ്പോഴും ഹസ്ബൻഡ് ബെസ്റ്റ് ഫ്രണ്ടും കൂടി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. ഹാപ്പി ടു നോ. നമുക്ക് സന്തോഷമുള്ള